ഹലോ മച്ചാമാരെ, അപ്പോൾ മഞ്ജുക്കുട്ടി ജീപ്പ് എന്ന ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മച്ചാമാരെ, അപ്പോൾ നമ്മൾ ചെറിയൊരു ട്രിപ്പ് പോട്ടോ, അപ്പോൾ അതിരപ്പള്ളിയിലേക്കാട്ടോ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. അപ്പോൾ മച്ചാമാരെ, ഈ വണ്ടിയുടെ വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ജസ്റ്റ് ഒന്ന് ചെയ്തായിരുന്നു. ഇത് സഞ്ചരിക്കുന്ന പഞ്ചർ ഒട്ടിക്കുന്ന ഒരു കടയായിട്ട് ഇത്. അതായത് കോതമംഗലം അടിമാലി മേഖലയിൽ വണ്ടി, അതായത് ബൈക്ക് മുതൽ കാർ വരെയുള്ള വണ്ടി എന്തെങ്കിലും പഞ്ചറായി കിടക്കുകയാണെങ്കിൽ രാത്രി കാലങ്ങളിൽ അല്ലെങ്കിൽ പകലങ്ങളിലായിക്കോട്ടെ, കാട്ടിലൊക്കെ പഞ്ചറായി കിടക്കുകയാണെങ്കിൽ ഈ ചേട്ടാനെ വിളിച്ചാൽ ചേട്ടായി സ്പോട്ടിലെത്തി നമുക്ക് പഞ്ചർ ഒട്ടിച്ച് തരും. വലിയ വണ്ടികളൊന്നും ഇല്ല കേട്ടോ, കാറ് ബൈക്ക് തൊട്ട് നമ്മൾ 4 വീല് കാർ വരെയുള്ള വണ്ടികളാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. വർക്ക്ഷോപ്പ് ഉണ്ടോ ഇവിടെ? വർക്ക്ഷോപ്പ് ആയിട്ടില്ല, നമുക്ക് ഓൺലൈൻ ഇതുള്ളൂ അല്ലേ? അപ്പോൾ വിളിച്ചാൽ ഇവിടെ വരും. അവിടെ വേണമെങ്കിലും പോകും. അടിമാലി സൈഡൊക്കെ ഉണ്ടല്ലേ? സൈഡ് ഉണ്ട്. അടിമാലി സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാടക ഫോറസ്റ്റ് മൊത്തം കയറി വരും. പിന്നെ അത്യാവശ്യം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വരെ കയറി വരും. പിന്നെ അതിൻ്റെതായ വണ്ടി കാശുകൾ കയറി വരുന്നു മാത്രമാണ്. ഇത് നിലവിൽ കംപ്രസറാണ്, എയറടിക്കുന്ന കംപ്രസറും അതുപോലെ തന്നെ സ്റ്റിക്കർ കാര്യങ്ങളെല്ലാം ഉണ്ട് വണ്ടിയിൽ തന്നെ. ഇപ്പോൾ നമ്മുടെ എല്ലാ വണ്ടിയും ഇന്നത്തെ പിടിക്കില്ലേ? കാറും ബൈക്കും? കാറ് ബൈക്ക് മാത്രം, വലിയ വണ്ടിയില്ല, ഹെവി വണ്ടികൾ മാത്രമില്ല. അപ്പോൾ മച്ചാമാരെ, അപ്പോൾ മലയാറ്റൂർ അതിരപ്പള്ളി ഒരു ഫോറസ്റ്റ് റൂട്ട് ഉണ്ട്. അപ്പോൾ അതിൽക്കൂരായിട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് കണിമംഗലം ഫോറസ്റ്റ് സ്റ്റേഷനിലാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ വണ്ടിയുടെ പാസ് എടുക്കണം. അപ്പോൾ മച്ചാമാരെ, അപ്പോൾ ഇത് ചുറ്റും നോക്കിക്കേ, എന്ത് ശാന്തം നോക്കിക്കേ. നമ്മുടെ വണ്ടി മാത്രമേ ഉള്ളൂ കേട്ടോ ഈ റൂട്ടിൽ. ഒരൊറ്റ വണ്ടി നമ്മളിവിടെ കൊണ്ട് നിർത്തിയിട്ട് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ചുറ്റും റബ്ബർ തോട്ടങ്ങളാണ്. അപ്പോൾ ഏറ്റവും പഴക്കം ചെന്ന റബ്ബറുകളാട്ടോ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ മച്ചാമാരെ, അപ്പോൾ നമുക്ക് എൻട്രൻസിൽ 25 രൂപ ടിക്കറ്റ് അടിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിക്ക് 4 വീലർ വണ്ടി ആയതുകൊണ്ട് 25 രൂപ കേട്ടോ. ബൈക്കിനൊക്കെയാണെങ്കിൽ അതിൻ്റെ താഴെ വരത്തുള്ളൂ. അപ്പോൾ കുറച്ച് ദൂരം കൊണ്ട് ചെന്നാൽ നമുക്ക് എക്സിറ്റ് അടിക്കണമെങ്കിൽ ടിക്കറ്റ് കാണിക്കണം കേട്ടോ. അപ്പോൾ അതേ വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഈ കന്നാലൂർ റോട്ടിൽ കൂടെ കയറി നടക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഓരോ വളവിലൊക്കെ കയറി ചെല്ലുമ്പോഴാണ് കന്നാലൂർ റോട്ടിൽ നടക്കുന്നതൊക്കെ കാണുന്നത്. മച്ചാമാരെ, ഈ റൂട്ട് എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ 6 മണി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വണ്ടി കയറ്റി വിടില്ല കേട്ടോ. കാരണം ഇവിടെ ആനയും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഫോറസ്റ്റ് ഏരിയ വണ്ടി കയറ്റി വിടത്തില്ല. അപ്പോൾ പിന്നെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ബ്ലോക്കിൽ ചെയ്താൽ പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ വഴി കൂടെ പോകുകയാണെങ്കിൽ വണ്ടികളും കാര്യങ്ങളൊന്നുമില്ല, ബഹളങ്ങളൊന്നുമില്ല, കാടിൻ്റെ സൗണ്ടും ഒച്ചയൊക്കെ കേട്ട് പോകാൻ പറ്റും. പിന്നെ അവിടെ നിൽക്കുന്ന എണ്ണപ്പനകൾ കേട്ടോ, ഇതൊക്കെ ആന വന്ന് ഓരോ ദിവസം വന്ന് ഓരോന്ന് മറിച്ചിടുന്നുണ്ട്. അവിടെ കുറേ എണ്ണപ്പനകൾ താഴെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ കവാടത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ വാഴച്ചാലിൻ്റെ അതിരപ്പള്ളിയുടെയും ടിക്കറ്റ് നമുക്ക് ഇവിടുന്ന് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ കൊച്ചാപ്പത്തെ ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൊത്തം 7 പേരുണ്ടായിരുന്നു. അപ്പോൾ 7 പേർക്കും കൂടി 350 രൂപ ആയിട്ടുണ്ട് ടിക്കറ്റ് ഫീസ്. അതുപോലെ വണ്ടിക്ക് 30 രൂപ എൻട്രി ഫീസും കൂടി ഉണ്ട്. നമ്മൾ വാഴച്ചാൽ ലക്ഷ്യം വെച്ച് നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിരപ്പള്ളിയുടെ വെള്ളം പോകുന്നിട്ട് കാണുന്നത്. അപ്പോൾ എൻട്രൻസ് കയറി കഴിഞ്ഞ് നമ്മൾ വാഴച്ചാലിലേക്ക് പോകുന്ന വഴിക്ക് കാണുന്നൊരു വെള്ളച്ചാട്ടം ഇത് ചാർപ്പ വെള്ളച്ചാട്ടം എന്നിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതൊരു ക്രോസ് ഓവറാണ്. ആൾക്കാർക്ക് നിന്ന് ഫോട്ടോ എടുക്കാനുള്ള ഒരു സെറ്റപ്പ് പണിതുകൊണ്ടിരിക്കുന്നുള്ളൂ കേട്ടോ. മഴയിലെത്തോണ്ട് കേട്ടോ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വറ്റി കിടക്കുന്നത്. അപ്പോൾ വെള്ളം ഉള്ളപ്പോഴാണ് ഇവിടെ കാണാൻ ഭംഗി കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നിന്ന് സമയം കളയുന്നില്ല. അപ്പോൾ മഴക്കാലത്ത് ഇവിടെ അത്യാവശ്യം ആൾക്കാർ വരുന്ന ഒരു സ്ഥലം കൂടി കേട്ടോ. അപ്പോൾ ഇവിടെ ഗൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ് ഗൈഡും കാര്യങ്ങളൊന്നും ഇല്ലാത്തത്. അപ്പോൾ നേരെ നമ്മൾ ഇനി വാഴച്ചാലിലേക്കാട്ടോ പോകുന്നത്. അങ്ങനെ നമ്മൾ വാഴച്ചാലിൻ്റെ എൻട്രൻസിലും എത്തിയിട്ടുണ്ട്. ഒരു മുളയും കൊണ്ട് ഉണ്ടാക്കിയ എൻട്രൻസ് ആട്ടോ ഇത്. അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറുവാണ്. ഇവിടെ നിന്ന് പറഞ്ഞാൽ അതിരപ്പള്ളിയുടെ തന്നെ ടോപ്പ് വ്യൂ ആയിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ മലമുഴക്കി വേഴാമ്പലിന് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സ്ഥലം കൂടിയിട്ട് വാഴച്ചാൽ. അപ്പോൾ ഇവിടെ വന്നാൽ അതുങ്ങളെ ശരിക്കും നേരിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്ര ഒരു ഭൂപ്രകൃതിയിലാണ് അതുങ്ങൾക്ക് താമസിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വാഴച്ചാൽ എൻട്രൻസ് കയറിയാൽ നമ്മൾ ആദ്യം കാണുന്നൊരു വ്യൂ ആട്ടോ ഇത്. ഈ ഒരു വെള്ളം നിരന്നൊഴുകുന്നത്. അപ്പോൾ ഇവിടെ ഇറങ്ങാനൊന്നും പറ്റത്തില്ല. ഇവിടെ ഒരുപാട് ആൾക്കാർ മരിച്ചൊരു സ്ഥലം കൂടെ ആയിട്ടത്. ഇപ്പോൾ വലിയ വലിയ കുഴികളും ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ ആൾക്കാർ ഇറക്കത്തില്ല, കമ്പി കെട്ടി തിരിച്ചേക്കും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് നടക്കാനുണ്ട്. അപ്പോൾ നമുക്ക് നടന്ന് ഇതിന് ചുറ്റും നടന്നൊക്കെ റോട്ടിൽ കയറാൻ പറ്റും. സംസ്ഥാന പക്ഷിയുണ്ട്, അവരുടെ വാസസ്ഥാനമാണ് ഇത്ര. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ അവർ ചെയ്യുള്ളൂ. കല്ല് വേണം, വെള്ളം വേണം, സ്റ്റീപ്പായിട്ടുള്ള കുന്നു വേണം, വലിയ മരം വേണം. വാഴച്ചാലിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഫ്രണ്ടിലേക്ക് നടക്കും കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ വെയിലുണ്ട്. പക്ഷേ വെള്ളത്തിൻ്റെ സൗണ്ടും വേഴാമ്പലിൻ്റെ സൗണ്ടൊക്കെ കേട്ടുകൊണ്ട് നടക്കുന്നുണ്ട്. ആ മടുപ്പ് തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ നടന്ന് നമ്മളങ്ങനെ റോട്ടിലേക്ക് കയറി. അപ്പോൾ കയറിയപ്പോൾ കണ്ടൊരു കാഴ്ചയാണിത്. അപ്പോൾ വാഴച്ചാലുള്ള സ്കൂളാണിത്. അപ്പോൾ മച്ചാമാരെ, അങ്ങനെ നമ്മൾ നേരെ തിരിച്ച് വണ്ടിയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. നേരെ ഇനി അതിരപ്പള്ളിയിലേക്കാട്ടോ പോകുന്നത് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി. പറയാൻ വിട്ടൊരു കാര്യമുണ്ട്, അതിരപ്പള്ളി വെള്ളച്ചാട്ടം കഴിഞ്ഞിട്ടാട്ടോ വാഴച്ചാൽ വെള്ളച്ചാട്ടം വരുന്നത്. അതായത് ഇതിൻ്റെ അതിരപ്പള്ളിയുടെ കുറച്ചുകൂടി മുന്നിലാണ് വാഴച്ചാലുള്ളത്. നമ്മൾ അവിടെ നിന്ന് നേരെ തിരിച്ചായിട്ട് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ വാഴച്ചാൽ കണ്ട പോലത്തെ ഒരു എൻട്രൻസ് അല്ല കേട്ടോ ഇവിടുത്തെ. ഇത് വലിയ രീതിയിൽ മുള വെച്ച് കെട്ടിയൊരു മതിൽ പോലെ ഉണ്ടാക്കി, ഗേറ്റ് പോലെ ഉണ്ടാക്കി എടുത്തേക്കാനാണ്. നമ്മൾ എൻട്രൻസ് കയറിയിട്ട് ഉള്ളിലേക്ക് കയറി കേട്ടോ. അപ്പോൾ അങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് നടക്കാനുണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ ഇതിൻ്റെ നടുക്കാണെന്ന് പറഞ്ഞാൽ കാല് കയറ്റാറെ കൊണ്ടുപോകാനുള്ളൊരു റെയിൽ പോലത്തെ സംഭവം ഇത്. അപ്പോൾ മച്ചാമാരെ, അപ്പോൾ ഇതാട്ടോ അതിരപ്പള്ളിയുടെ ടോപ്പ് വ്യൂ.
ഇപ്പോൾ നമ്മൾ ഈ ടോപ്പ് വ്യൂ കണ്ടിട്ട് താഴേക്കൊരു വഴിയുണ്ട്, ആ വഴി ഇറങ്ങിയാലാണ് താഴെ അടിത്തട്ട് നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുള്ളൂ അതിരപ്പള്ളിയുടെ. അപ്പോൾ നമുക്ക് ആദ്യം മേൽവശം കണ്ടിട്ട് നേരെ താഴേക്ക് ഇറങ്ങാനുള്ളതാണ്. അപ്പോൾ വെള്ളം നല്ല രീതിയിൽ കുറവുള്ള സമയത്തായിട്ട് നമ്മൾ വന്നത്. അത്യാവശ്യം വെള്ളമുണ്ട്, എന്നാലും അതിരപ്പള്ളിയുടെ ഒരു ഭംഗിയുണ്ടെങ്കിൽ നിറച്ചും നിരന്നൊഴുകിയാലാണ് അതിൻ്റെ ഒരു ഭംഗി നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ കുറവായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് വരുമ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള സൗകര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. അതായത് ടോയ്ലറ്റൊക്കെ എണ്ണം വളരെ കുറവാട്ടോ. അപ്പോൾ നമ്മളിവിടെ ചോദിച്ചപ്പോൾ മേളിൽ 2-3 അവർ കാണിച്ചു തന്നു. ഇത്ര ആൾക്കാർ വരുമ്പോൾ അതൊക്കെ അത്ര 2-3 വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ. അപ്പോൾ മച്ചാന്മാരെ, അപ്പം നേരെയുള്ള വഴിയുണ്ട്, അതുപോലെ തന്നെ കട്ട് ചെയ്ത് ഇറങ്ങാനുള്ള വഴി കൂടി ഉണ്ട് കേട്ടോ. നേരെയുള്ള വഴി കൂടെ ഇറങ്ങുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതുപോലെ കട്ട് ചെയ്ത് ഇറങ്ങുന്ന വെച്ച് ടാസ്ക് കേട്ടോ. ട്രക്കിങ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇറങ്ങാൻ പറ്റിയൊരു ബെസ്റ്റ് സ്പോട്ടാട്ടോ ഇത്. നമ്മളിപ്പോൾ അതാണ് ദൂരം കുറവായിരിക്കും, പക്ഷേ ഇത് കഷ്ടപ്പെട്ട് ഇറങ്ങണമെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ കണ്ടതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ ഇതുപോലത്തെ വഴിയിൽ കൂടെ ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ അവർക്കൊരു സന്തോഷവും ഒരു എൻജോയ്മെൻറ്റും ഒക്കെ ആട്ടോ അത് അങ്ങനെ ഇറങ്ങി വരുന്നത്. അപ്പോൾ അത് അതിരപ്പള്ളിക്ക് പോയ സമയം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വെയിലുള്ളൊരു സമയത്താട്ടോ നമ്മൾ പോയത്. അപ്പോൾ നല്ല രീതിയിൽ വരണ്ട് കിടക്കുന്ന പ്രദേശം, അതുപോലെ തന്നെ മണലും പൊടിയൊക്കെ ആട്ടോ. അപ്പോൾ നമ്മൾ ചവിട്ടുമ്പോൾ തെന്നിപ്പോവും ഇറങ്ങുന്ന സമയമാണ്. കയറുന്ന വലിയ സീനില്ല, ഇറങ്ങുമ്പോൾ നമ്മൾ തെന്നി മലക്കം അറിയാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ. പക്ഷേ മഴക്കാലത്ത് എന്ന് പറയുമ്പോൾ മൊത്തം മാറും കേട്ടോ. പിന്നെ ചെളിയാവും, അതൊക്കെ ആവും. ആ സമയത്തൊക്കെ ഇറങ്ങുമ്പോൾ അടിപൊളിയായിരിക്കും. പക്ഷേ പുഴുവിൻ്റെ ശല്യം ഭയങ്കരമായിരിക്കും കേട്ടോ. അപ്പോൾ മച്ചാന്മാരെ, അങ്ങനെ നമ്മൾ ടോപ്പിൽ നിന്ന് നേരെ ഇറങ്ങി താഴേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിരപ്പള്ളിയുടെ വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാട്ടോ ശരിക്കും. ഇതാണ് ശരിക്കും അതിരപ്പള്ളിനെ അതിരപ്പള്ളി ആക്കുന്നത്. ഇപ്പം മേലിൽ നിന്ന് നോക്കിയ ഒരു ആ സെറ്റപ്പ് അല്ല കേട്ടോ. അടിയിൽ വന്ന് നോക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ലുക്കാട്ടോ കാണാൻ. ഇപ്പം ഞാൻ പറഞ്ഞു മഴക്കാലത്ത് വന്നിട്ടാ കാര്യമുള്ളൂ. ഇപ്പം വേനൽക്കാലം ആയതുകൊണ്ടാണ് ഇത്രയും വെള്ളം കുറവ്. നല്ല രീതിയിൽ മഴയൊക്കെ പെയ്യുന്ന സമയമൊക്കെ ആണെങ്കിൽ വെള്ളം കാണാൻ അടിപൊളിയാട്ടോ, മൊത്തം നിരന്നൊഴുകും. അപ്പോൾ നമുക്കൊരു അഹങ്കാരം, മലയാളികളുടെ അഹങ്കാരം എന്നൊക്കെ വേണ്ടി പറയാം കേട്ടോ അതിരപ്പള്ളി. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ പറഞ്ഞില്ലേ, നമുക്ക് ആവശ്യങ്ങളൊക്കെ സൗകര്യങ്ങളൊക്കെ വളരെ കുറവാട്ടോ. ഇത്രയും വരും. ഇന്നത്തെ ദിവസം ഏകദേശം 500 പേരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ട്. ഇത്രയും ആൾക്കാർക്ക് ഉപയോഗിക്കാനുള്ള ടോയ്ലറ്റാണ് ഈ 2 അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ മച്ചാന്മാരെ, അതിരപ്പള്ളിയിൽ വരുമ്പോൾ അത്യാവശ്യം വെള്ളമുള്ളപ്പോൾ വരിക. അതായത് മഴക്കാലത്ത് വന്നാലാണ് കാണാനൊരു ഭംഗിയുള്ളൂ. ഭംഗിക്കുറവൊന്നുമില്ല ഇപ്പം, എന്നാലും വെള്ളം ഉണ്ടെങ്കിലാണ് അതിരപ്പള്ളി മൊത്തത്തിൽ നിറഞ്ഞു നിന്നാലാണ് കാണാൻ രസമുള്ളൂ കേട്ടോ. അപ്പോൾ മച്ചാന്മാരെ, അങ്ങനെ നമ്മൾ അതിരപ്പള്ളിയോട് ഇവിടെ പറഞ്ഞ് ദേ വന്ന വഴിയാണ് തിരിച്ച് കയറി പോകട്ടോ. നമ്മളിതുപോലെ തന്നെ ടാസ്ക് പിടിച്ച വഴി തന്നെ കേട്ടോ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ മച്ചാന്മാരെ, അതിരപ്പള്ളിയിൽ നിന്ന് കുറച്ചിങ്ങ് വന്നപ്പോൾ ഇതാട്ടോ എണ്ണപ്പന. ഇത് തെങ്ങ് വലിക്കെങ്കിലും ഇതാട്ടോ എണ്ണപ്പന. ആനകൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സാധനം കേട്ടോ ഇത്. അതാണ് നമ്മൾ വന്നൊഴുകി എണ്ണപ്പനകൾ മറിഞ്ഞൊടിഞ്ഞ് കിടക്കുന്നത്. അതൊക്കെ ആന തിന്നാൻ വേണ്ടി മറിച്ചിടുന്നതാണ്. മച്ചാന്മാരെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇതുപോലത്തെ വീഡിയോയുമായി കാണുമ്പോഴേക്കും തൽക്കാലത്തേക്ക് ബൈ.